ലാഹി ഇങ്ങോട്ട് നോക്ക്. നാളെ എന്താ ലാഹിന്റെ? നാളെ ഇരിക്കേ. അപ്പൊ നാളെ ലാഹിന്റെ എന്താണ്? അതല്ലേ ചോദിക്കണത്. നാളെ എന്താ ലാഹിന്റെത്? നാളെ മുറിക്കുമ്പോ എന്താ ഉണ്ടാവുക? എനിക്ക് ഇഷ്ടാണോ കല്യാണം ഉണ്ടാക്കാം? ഇങ്ങോട്ട് നോക്ക്. ഈ കഴിഞ്ഞ ലാസ്റ്റ് 2 വീക്കിലായിട്ട് നമ്മുടെ വീട്ടിലൊരു ചെറിയൊരു പരിപാടി നടന്നു കേട്ടോ. നമ്മളറിയുന്നവർക്കൊക്കെ അറിയാം നമ്മുടെ ലാഹിമോൻ്റെ സുന്നത്ത് കല്യാണം. ഇത് കുറച്ച് വിഷമിപ്പിക്കുന്ന കാര്യമാണെങ്കിലും ഇത് നമുക്ക് നിർബന്ധമല്ലേ. അതുകൊണ്ട് തന്നെ ഓൻ്റെ ആ സമയമായപ്പോൾ നമ്മൾ അതാണ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് കഴിക്കണം എന്നുള്ള പ്ലാനിങ് വന്നത് മുതൽ നമ്മൾ നല്ല ഹോസ്പിറ്റലും ഡോക്ടേഴ്സിനും ഒക്കെ സെർച്ച് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിയത് വെനിയൂർ മോഡേൺ ഹോസ്പിറ്റലിലാണ്. ഇവിടെ വരെ വരാനേ ഒരൊറ്റ റീസൺ ഉള്ളൂ കേട്ടോ. ഇവിടെ വേദനയില്ലാത്ത സുന്നത്ത് കർമ്മം ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഹോസ്പിറ്റൽ നമുക്ക് തരേണ്ടി വന്നില്ല. നമ്മളവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ മരുന്നും കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് കഴിപ്പിച്ചിരുന്നേ. അതുകൊണ്ട് തന്നെ ആ സമയമായപ്പോൾ തന്നെ സിസ്റ്റേഴ്സ് അവനെ വിളിച്ചുകൊണ്ടായി. നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അവൻ്റെ പരിപാടി അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു വിഷമം എന്ന് വെച്ചാൽ അവനെ ഡോക്ടറെ അടുത്തൊക്കെ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചു എന്നുള്ളൊരു സങ്കടം മാത്രം ഉണ്ടായിരുന്നേ. ഈ ഒരു കരച്ചിലില്ലേ അതൊരിക്കലും അവൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോഴത്തേനും അവൻ്റെ കരച്ചിൽ നിന്നു കേട്ടോ. ഈ ഒരു കരച്ചിലും ബുദ്ധിമുട്ടൊക്കെ ഈ 2 ദിവസം ഉണ്ടായിരുന്നു. ആ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓൻ്റെ കളിയൊക്കെ പിന്നെയും തുടങ്ങിയിട്ടു. ലാഹിമോൻ്റെ സുന്നത്ത് കഴിപ്പിച്ചിരുന്നത് ഫെബ്രുവരി 2-നും വീട്ടിലെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയത് ഫെബ്രുവരി 9-നായിരുന്നു. ഇതിൻ്റെ ഒക്കെ ഒരു തിരക്കിലായിരുന്നു കേട്ടോ നമ്മൾ. അതുകൊണ്ട് ലാഹിമോൻ്റെ സുന്നത്തിൻ്റെ വീഡിയോ തന്നെ നമുക്ക് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് 2 പരിപാടിയും കൂടി ഒന്നാക്കി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തലേ ദിവസം നമ്മൾ സൽക്കാരത്തിന് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും പിന്നെ നമ്മളെ ലാഹിമോനൊരു ഡ്രസ്സും വാങ്ങിക്കാനും വേണ്ടി നമ്മൾ പുറത്തിറങ്ങിയത്. 2 പേർക്കും നേർക്കൊന്നും നടക്കാൻ പോലും കഴിയുന്നില്ല കേട്ടോ. ലാഹിമോൻ്റെ മുറിയൊക്കെ ഒന്ന് ഉണങ്ങി വരുന്നല്ലേ. അതിൻ്റെ ഇടയിൽ നമ്മുടെ കാക്കൂൻ്റെ കാലിൻ്റെ മുട്ടൊന്നും ഇളകിട്ടോ. ഇതൊക്കെ ഇടയ്ക്ക് സംഭവിക്കുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ സൽക്കാരത്തിൻ്റെ അന്ന് തന്നെ വന്ന് പെട്ടു. 2 പേർക്കും നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ടോ. ഇനി നമുക്ക് ലാഹിക്കുള്ള ഡ്രസ്സ് എടുക്കാനും കൂടി പോകണം. ലാഹിക്ക് തുണി എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ തുണി എടുത്ത് ഫംഗ്ഷനും അവർക്ക് നേർക്ക് നിൽക്കാൻ കഴിയില്ലെന്ന് നമുക്ക് മനസ്സിലാക്കും. നമ്മൾ ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് എടുത്തു കേട്ടോ. നാളെ എന്താ ലാഹിന്റെ കല്യാണോ? ആരാന്റെ മണവാട്ടി? മാഷാ അല്ലാഹ്. നമ്മളെ വീട്ടിലെ പരിപാടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ നല്ല തിരക്കിലേന്നേ. അതുകൊണ്ട് തന്നെ ഉള്ള വീഡിയോ വെച്ച് നമുക്കൊരു വീഡിയോ ഓർക്കാൻ വേണമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഇടുന്നത്. കല്യാണം കഴിഞ്ഞോ? എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം?